Hi everyone, this is Xavier from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആപ്പിളിന് കുറേയധികം ക്ലൗഡ് ബേസ്ഡ് ആയ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഐക്ലൗഡ്, ആപ്പിൾ മ്യൂസിക് എന്നീ പറഞ്ഞ കുറേയധികം സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും താഴത്ത് കിടക്കുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ നമ്മുടെ ആപ്പിൾ ടി വി എന്ന് പറയുന്നത്. ഇനി ആപ്പിൾ ടി വി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു കീ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു വജ്രായുധം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മെസ്സി ആണ്. മെസ്സി അത് തന്നെ നമ്മുടെ സ്വന്തം ഈ പറയുന്ന മെസ്സിനെ ഉപയോഗിച്ചാണ് ആപ്പിൾ ടി വി പ്ലസ് ഇനി ആപ്പിൾ ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് ആപ്പിൾ വന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നത്. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കോർ എന്ന് പറയുന്നത്. സൗദി അറേബ്യ ഒരു ഹ്യൂജ് എമൗണ്ട് മെസ്സിക്ക് ഓഫർ ചെയ്തു. പക്ഷേ ആ ഒരു എമൗണ്ട് മെസ്സി റെഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇന്റർ മയാമിലേക്ക് പോയത് ഡേവിഡ് ബെക്കാം വിളിച്ചുകൊണ്ട് മാത്രമാണ്? അല്ല, അതിൽ കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന MLS അതേപോലെ ഇന്റർ മയാമിലെയും കാര്യങ്ങൾ നോക്കാം. MLS എന്ന് പറഞ്ഞാൽ മേജർ ലീഗ് സോക്കർ. ഈ ഒരു മേജർ ലീഗ് സോക്കറിൻ്റെ സീസണിൽ ഏറ്റവും താഴത്ത് കിടക്കുന്ന ഒരു ക്ലബ്ബാണ് ഇന്റർ മയാമി എന്ന് പറയുന്നത്. എന്നിട്ടും ഇത്രയും ടോപ്പ് നോച്ചായ പ്ലെയർ ഇത്രയും താഴത്ത് കിടക്കുന്ന ഒരു ക്ലബിൽ പോയി കളിക്കുന്നത് കുറച്ചധികം റീസൺസ് മേജറായിട്ട് പറയാനുള്ളത് കൊണ്ടാണ്. അതിൽ ഒന്നാമത്തത് അഡിഡാസ് ആണ്. അഡിഡാസ് ആ ഒരു ഇന്റർ മയാമി ജേഴ്സി വിറ്റുപോകുന്ന ഒരു പ്രോഫിറ്റ് റേഷ്യോ മെസ്സിക്ക് കൊടുക്കും. പക്ഷേ അത് ഒരിക്കലും നമ്മുടെ സൗദി അറേബ്യ ഓഫർ ചെയ്ത ആ ഒരു എമൗണ്ടിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ അതിന് രണ്ടാമത്തെ ഒരു കമ്പനിയാണ് നമ്മുടെ സ്വന്തം ആപ്പിൾ എന്ന് പറയുന്നത്. ആപ്പിളിലെ ഏറ്റവും താഴത്ത് കിടക്കുന്ന ഒരു സർവീസാണ് ഈ പറഞ്ഞ ആപ്പിൾ ടി വി പ്ലസ് എന്ന് പറയുന്നത്. ആപ്പിളിന് കുറേയധികം ക്ലൗഡ് ബേസ്ഡ് ആയ സർവീസ് ഉണ്ട്. നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഉണ്ട്, അതേപോലെ ഐക്ലൗഡ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ പോലും കുറേ കൂട്ടുകാരെടുക്കാത്ത ഒരേ ഒരു സർവീസ് നമ്മുടെ ആപ്പിൾ ടി വി ആണ്. ഞാനാണെങ്കിൽ പോലും ആപ്പിൾ ടി വി പ്ലസ്സിലെടുക്കുന്ന 2-3 സിനിമകൾ മാത്രം, നമ്മുടെ വിരലിലെണ്ണാവുന്ന അത്രയും സിനിമകൾ മാത്രമാണ് ആപ്പിൾ ടി വിയിൽ കണ്ടിരിക്കുന്നത്. കാരണം അത് റെൻറ്റ് ചെയ്യാനും അതേപോലെ വാങ്ങിക്കാനും അത്യാവശ്യം നല്ല എമൗണ്ടാണ്. ചില സിനിമകൾ നമ്മൾ ഈ പറയുന്ന കോമിക് ബേസ്ഡ് നമ്മൾ മാർവലും DC-യിലൊക്കെ ചില സിനിമകൾ കാണാനും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇഷ്ടപ്പെടാനും വേണ്ടി മാത്രമാണ് ആപ്പിൾ ടി വിയിൽ ഞാൻ വാങ്ങിക്കാറ്. പക്ഷേ ആപ്പിൾ ടി വിയിൽ സ്പോർട്സ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസ്ബോളും ബാസ്കറ്റ്ബോളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആപ്പിളിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2018 മുതൽ 2020 വരെയുള്ള യൂസേഴ്സിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അവർ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് ജമ്പ് ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മൂവി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ പല സ്ട്രീമുകൾ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് കുറേയധികം മൂവീസ് കിട്ടുന്നത്. ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കിട്ടുന്ന മൂവീസ് ആയിരിക്കില്ല നമുക്ക് സോണി ലൈവിൽ കിട്ടുന്ന മൂവീസ് നമുക്ക് ഈ പറയുന്ന പ്രൈമിലോ അതേപോലെ ഹോട്ട്സ്റ്റാറിലോ കിട്ടില്ല. ഇങ്ങനെ മൂവീസ് പല പല സ്ഥലത്ത് റിലീസ് ആവുന്നതുകൊണ്ട് കുറേ യൂസേഴ്സ് എല്ലാ ഓപ്ഷൻസും നമ്മൾ വാങ്ങിക്കില്ല. കാരണം അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും 1-2 പ്ലാറ്റ്ഫോം മാത്രമാണ് യൂസ് ചെയ്യാറ്. നമ്മുടെ ജിയോ ടി വി കൊണ്ടുവന്ന ടെക്നിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ ഫിഫ ലൈവും IPL നമ്മുടെ ജിയോ ടി വിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഐഡിയ മുകേഷ് അംബാനി കൊണ്ടുവരാനുള്ള റീസണും ഇത് തന്നെയാണ്. കുറേ കൂട്ടുകാരുടെ ആ ജനപ്രവാഹം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു കാരണമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ കുറേയധികം നാളുകൾ ഈ സ്പോർട്സ് കൊടുക്കുകയാണെങ്കിൽ കുറേ ബൾക്ക് എമൗണ്ട് ഓഫ് ആൾക്കാർ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്പോർട്സ് മാറുന്നതനുസരിച്ച് ചിലപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരും ചിലപ്പോൾ മാറും. നമ്മൾ മൂവി മാറുന്ന പോലെ തന്നെയാണ് സ്പോർട്സിൻ്റെ കാര്യത്തിൽ. പക്ഷേ സ്പോർട്സിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ലോയാലിറ്റി ഈ പറഞ്ഞ യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ആപ്പുകൾക്കും കിട്ടും. ആ സെയിം അനലിറ്റിക്സ് തന്നെയാണ് നമ്മുടെ ആപ്പിളും അക്യൂർ ചെയ്തിരിക്കുന്നത്. ആപ്പിൾ ടി വിയിലേക്ക് നോക്കുകയാണെങ്കിലും ഇനി 10 കൊല്ലത്തേക്കുള്ള MLS ലൈവ് ബ്രോഡ്കാസ്റ്റിൻ്റെ ആ റൈറ്റാണ് ആപ്പിൾ വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ മെസ്സി തന്നെയാണ്.
ആപ്പിളിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിളിനിടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഭാഗമോ മെസ്സിക്ക് കൊടുക്കാമെന്നായിരിക്കും ആപ്പിളിൻ്റെ ഒരു ഓഫർ. ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറഞ്ഞ മെസ്സിയും അതേപോലെ ആപ്പിളും ഇൻ്റർ മയാമിയും കുറേ കാലങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അതിൽ ഏറ്റവും വലിയ കാര്യം പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ സ്പോർട്സ് ബേസ്ഡ് ആയിട്ട് യൂസേഴ്സിന് കൊടുക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും നമ്മുടെ കുറേ കൂട്ടുകാരാണെങ്കിലും ഈ ഒരു മെസ്സിയുടെ കളി കാണാൻ വേണ്ടി, നല്ല ക്വാളിറ്റിയിൽ കളി കാണാൻ വേണ്ടി നമുക്ക് ആപ്പിൾ TV പ്ലസ് എടുത്തേ മതിയാവും. നമ്മുടെ ഈ ഒരു വേൾഡിൽ എത്രത്തോളം ആപ്പിൾ യൂസേഴ്സ് ഉണ്ട്, ആ ഒരു ആപ്പിൾ യൂസേഴ്സ് എല്ലാവരും ഈ പറഞ്ഞ ആപ്പിൾ TV എടുക്കാൻ വേണ്ടിയും ആ ഒരു ആപ്പിൾ TVയിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയും കൂടിയാണ് ആപ്പിൾ ഇങ്ങനെ മെൻ്റാലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫോക്കസ് തിങ്കിങ്ങിൽ ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഈ ഒരു റൈറ്റ് $2.5 ബില്യൺ കൊടുത്താണ് ആപ്പിൾ എടുത്തിരിക്കുന്നത്. ആപ്പിളിനെ സംബന്ധിച്ച് അതൊരു വലിയ എമൗണ്ട് അല്ലെങ്കിലും ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം എമൗണ്ട് ഉണ്ട് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ നോക്കുന്നത് അവരുടെ അനലിറ്റിക്സും നേരത്തെ ഉണ്ടായ ആ ഒരു സ്റ്റഡീസുമാണ്. ഏറ്റവും കൂടുതൽ ലോയാലിറ്റി കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സീരീസാണ് ഈ പറഞ്ഞ സ്പോർട്സ് സീരീസ് എന്ന് പറയുന്നത്. ബാക്കി ഏത് മൂവി സ്ട്രീംസ് ആണെങ്കിലും വേറെ ഏത് മ്യൂസിക് സ്ട്രീംസ് ആണെങ്കിലും പാട്ടനുസരിച്ചും അതേപോലെ സിനിമാസ് അനുസരിച്ചും നമ്മൾ ജമ്പ് ചെയ്യും. ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനായിരിക്കും ഗെയിംസ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ മെസ്സിയുടെ കളി കാണാൻ വേണ്ടി ഇൻ്റർ മയാമിയുടെ സ്വന്തം സീസൺസ് കാണാൻ വേണ്ടി നമ്മുടെ ഈ പറയുന്ന ആപ്പിൾ TV പ്ലസ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് വരാനായിട്ട് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ ആ ഒരു വീഡിയോ നല്ലതാണെങ്കിൽ നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me Instagram too. And thank you so much for watching this video. This is Abin Xavier signing from Evika.